Good afternoon all. Good afternoon, ma'am. Good afternoon. Good afternoon. അപ്പോൾ നമ്മള് ഓവർവ്യൂ അല്ലെ, അതിന്റെ വളരെ നമ്മുടെ കവറേജ് കഴിഞ്ഞു. നമ്മൾ എടുത്ത് നിർത്തിയേക്കുന്നത് ടൈപ്സ് ഓഫ് പ്രിവിലേജ് അല്ലെ, ഇതുവരെയല്ലേ എടുത്ത് നിർത്തിയത്? ടൈപ്സ് ഓഫ് പ്രിവിലേജ് എടുത്തിട്ടില്ല മിസ്സേ, അവിടെ മുതലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മള് ടൈപ്സ് ഓഫ് പ്രിവിലേജ് മുതൽ എടുക്കേണ്ടതുണ്ട്. അതുവരേക്കും നിങ്ങൾ അന്ന് തന്നെ, അതായത് എടുക്കുന്ന ടൈമിൽ തന്നെ വായിച്ചു പോകുന്നു കേട്ടോ. പിന്നെ കുറച്ച് കൂടുതലാവുമ്പോൾ നമുക്ക് ബർഡനായിട്ട് വരും. അപ്പൊ അത് മുതൽ നമുക്ക് എടുക്കാമെന്ന്. കുറച്ച് എന്താ പറയുക, ഇത്തിരി പെൻഡിങ് ആണ് നമ്മുടെ ക്ലാസ്. ഇച്ചിരി സ്മൂത്ത് ആയിട്ട് പോകണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒപ്പം ഉണ്ടാവണം. എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ വലിയ കുഴപ്പമില്ലാതെ പിക്കപ്പ് ചെയ്ത് പോകുന്നതുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിവിലിയൻസ് അതിന്റെ ആ ഒരു എന്താ പറയുക, എന്താണ് പ്രിവിലിയൻസ് എന്താന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഒരു രോഗവ്യാപനം അല്ലെ, അത് ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്ത് പ്രത്യേകമായ രീതിയിൽ വരുമ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടാവും. അതുമായി കുറച്ച് ഡാറ്റകൾ അറിയപ്പെടേണ്ടതുണ്ടാവും. കുറച്ച് പെട്ടെന്ന് തന്നെ ഒരു ഇത് വരുമ്പോഴല്ലേ, രോഗവ്യാപനം വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നിയന്ത്രണത്തിന് വിധേയമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ടൈപ്പ് ഓഫ് പ്രിവിലിയൻസ് പറയുന്നുണ്ട്. പോയിന്റ് പ്രിവിലിയൻസ്, പീരിയഡ് പ്രിവിലിയൻസ്, ലൈഫ് ടൈം പ്രിവിലിയൻസ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, രോഗവ്യാപനം ഒരു പക്ഷേ ചിലപ്പോ ഒരു പോയിന്റിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ആ രോഗവ്യാപനം, എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ തന്നെ ചിലപ്പോൾ അത് ആ വ്യക്തികളിൽ തന്നെ വന്ന് അത് ചിലപ്പോൾ നിന്ന് പോകും. ചിലപ്പോഴെന്താണ് ഒരു കുറച്ച് വർഷത്തേക്ക്, ഒരു വർഷത്തേക്ക് അല്ലെ 12 മന്ത്സിലേക്ക് ഉള്ളിലേക്ക് വരെ ചിലപ്പോൾ അത് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ടൈംസ്, അതായത് കൂടുതൽ വീണ്ടും നീണ്ടു നിൽക്കുന്ന കുറെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു രോഗവ്യാപനവും ഉണ്ടാവും. അപ്പൊ പോയിന്റ് പ്രിവിലിയൻസ്, പീരിയഡ് പ്രിവിലിയൻസ്, ലൈഫ് ടൈം പ്രിവിലിയൻസ്, അങ്ങനെ 3 തരത്തിലുള്ള പ്രിവിലിയൻസ് ആണ് ഉള്ളത്. നോക്കാം. ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൻ ടൈം. അതായത് ഒരു ഹെൽത്ത് ഇവന്റ്, ഒരു ഹെൽത്ത് ഇഷ്യൂ, ഒരു ഹെൽത്ത് ഡിസീസസ് ഒരു ചെറിയ നിശ്ചിത സമയത്തേക്ക് മാത്രം, ആ ഒരു ടൈമിന് മാത്രം വരുമ്പോഴാണ് അത് പോയിന്റ് പ്രിവിലിയൻസ് ആയിട്ട് മാറുന്നത്. Then period prevalence എന്ന് പറയുമ്പോൾ the number of cases of a health event in a reference to a period of 12 months, ഒരു 12 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു ടൈമിനുള്ളിലുള്ള ഒരു രോഗവ്യാപനമാണെങ്കിൽ അത് പീരിയഡ് പ്രിവിലൻസ്. Then ലൈഫ് ടൈം പ്രിവിലൻസ്. എന്താണത്? നമ്പർ ഓഫ് കേസസ് ഓഫ് ദ ഹെൽത്ത് ഇവന്റ് ഇൻ എ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. ജീവിതാന്തം ചിലപ്പോൾ അതിന്റെ രോഗത്തിന്റെ ആ ഒരു കാഠിന്യത ചിലപ്പോൾ കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള രോഗവ്യാപനമാണ് ലൈഫ് ടൈം പ്രിവിലൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ടൈപ്പ് ഓഫ് പ്രിവിലൻസ്, പോയിന്റ് പ്രിവിലൻസ്, പീരിയഡ് പ്രിവിലൻസ്, ലൈഫ് ടൈം പ്രിവിലൻസ്. ഒരു നിശ്ചിത സമയം മാത്രമാണെങ്കിൽ അത് പോയിന്റ് പ്രിവിലൻസ്, ഒരു വർഷത്തേക്ക് ഒരു 12 മന്ത്സ് വരേക്കൊക്കെ ആണെങ്കിൽ അത് പീരിയഡ് പ്രിവിലൻസ്. നെക്സ്റ്റ് ലൈഫ് ടൈം പ്രിവിലൻസ്. അത് ജീവിതത്തിന്റെ ആ ഒരു നിശ്ചിത ടൈം മാത്രമല്ല, ജീവിതാന്ത്യം വരെ അത് ആ രോഗവ്യാപനം ഉണ്ട് എങ്കിൽ അത് ലൈഫ് ടൈം പ്രിവിലൻസ് ആണ്. ഓക്കെ, പ്രിവിലൻസ് എന്ന് വെച്ചാൽ രോഗവ്യാപനം. അതായത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത. ആദ്യത്തെ ക്ലാസ് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം. അതാണ് രോഗവ്യാപനം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രോഗം മറ്റുള്ളവർക്ക് പോലും പടർന്നു പിടിക്കാനുള്ള സാധ്യത. നമുക്കറിയാം ഒരു കോവിഡ് അല്ലെ, അത് എന്താണ് ആ ടൈമില് അതിനു വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ടൈമില് എന്താണ് കൂടുതൽ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടപടികളൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അതിന്റെ ആ വ്യാപന തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റെമഡീസ് അതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിവിലൻസ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അന്നൊക്കെ ആ ടൈമിലൊക്കെ നമുക്കറിയാം 100 പേരെ ചെക്ക് ചെയ്യുമ്പോൾ ഇത്ര പേരെ സ്ഥിരീകരിച്ചു, പിന്നെ ഹോസ്പിറ്റലിൽ ഇത്ര പേരെ അവര് എക്സാമിൻ ചെയ്തു. ഇപ്പൊ രോഗം വരാനുള്ള സാധ്യതയുള്ള വ്യക്തികളെ പരിശോധിച്ചിട്ട്
അതിൽ എത്രത്തോളം പേർക്ക് വന്നു, അതൊക്കെയാണ് നമ്മൾ ആ രീതിയിലാണ് ഈ ഒരു പ്രിവിലേജ് റേറ്റ് കൺസിഡർ പരിഗണിക്കുന്നത്, മനസ്സിലാക്കി വരുന്നത്. ഓക്കെ, ആ ഒരു ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നാൽ മതി. ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്, അല്ലെ, നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം പ്രിവിലേജ് റേറ്റുകൾ കണ്ടെത്തേണ്ടി വരുന്നത്. ചില അപൂർവ സാഹചര്യങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള രോഗവ്യാപനം വരുന്നത്. അത് എങ്ങനെയാണ്, അത് എത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രിവിലേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല പറയുന്നുണ്ട്, പോയിന്റ് പ്രിവിലേജ്. ആ ഒരു പോയിന്റ് പ്രിവിലേജിന്റെ ഒരു ഫോർമുല കാണിക്കുന്നുണ്ട്. നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് 1 point ഓഫ് ടൈം. അതായത് എത്ര പേഴ്സൺ അത് ബാധിച്ചു, അതിന്റെ അത് ന്യൂമറേറ്റർ ആയിട്ട് എടുത്തു. ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് സെയിം പോയിന്റ് ഓഫ് ടൈം. എത്രത്തോളം പേർക്ക് അത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വ്യക്തി, നമ്പർ ഓഫ് പീപ്പിൾ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് സെയിം പോയിന്റ് ഓഫ് ടൈം. ആ ടൈമിൽ എത്രത്തോളം പോപ്പുലേഷൻ, എത്രത്തോളം വ്യക്തികൾക്ക് വരാൻ സാധ്യതയുണ്ട്, അതിനെ ഡിനോമിനേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഒരു പ്രിവിലേജ് റേറ്റ് കണക്കാക്കുന്നത്. അതായത് 100-ൽ 10 പേർക്ക് സ്ഥിരീകരിച്ചു എന്നുള്ളതാണെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവരെ എന്താണ് ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു, ന്യൂമറേറ്റർ ആയിട്ട് വരുന്നവരെ, ആ രോഗം ബാധിച്ചവരെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് യൂസ് ഓഫ് പ്രിവിലേജ് ആണ്. യൂസ് ഓഫ് പ്രിവിലേജിൽ പറയുന്നത് എന്താണ്, ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസസ് ഇൻ കമ്മ്യൂണിറ്റി. എന്താണ് ഈ പ്രിവിലേജ് കൊണ്ടുള്ള ഉപയോഗം? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അല്ലെ, ഈ പ്രിവിലേജിന്റെ ഉപയോഗം എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും കോവിഡ് എന്നുള്ള എക്സാമ്പിളിൽ നിന്ന് തന്നെ. അപ്പൊ അതിന്റെ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത്. ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഡിസീസസ് ഇൻ കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ബാധിച്ചിരിക്കുന്ന അസുഖം, അല്ലെ, ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന്, അത് എത്രത്തോളം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഈ പ്രിവിലേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. അപ്പോ നമുക്ക് അറിയാൻ പറ്റുമോ, അല്ലെ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം പേർക്ക്, ആ ഭാഗത്തുള്ള എത്രത്തോളം പേർക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, ഹൈ റിസ്ക് പോപ്പുലേഷൻ എത്രത്തോളം പേർക്ക് അതിന് കൂടുതൽ ബാധിച്ചിട്ടുണ്ട്, ആ മേഖല എത്രത്തോളം ശ്രദ്ധയോടുകൂടി കേന്ദ്രീകരിക്കേണ്ട മേഖലയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ്, യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിങ് പർപ്പസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം, കോവിഡ് ഒക്കെ വരുമ്പോൾ ഇന്ന ഒരു പ്ലേസിൽ കൂടുതൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറെ പ്ലാനിങ്ങും കാര്യങ്ങളും നടത്തേണ്ടതായിട്ട് വന്നു, അല്ലെ. അപ്പൊ ആ ഒരു മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ അവിടെയുള്ള കുറെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ആസൂത്രണപരമായിട്ടുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, യൂസ് ഓഫ് പ്രിവിലേജ് എന്ന് പറയുന്നത് ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് മാഗ്നിറ്റ്യൂഡ് ഹെൽത്ത് പ്രോബ്ലം ഡിസീസസ് ഇൻ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ ഇത്തരത്തിലുള്ള രോഗമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക്, എത്രത്തോളം പോപ്പുലേഷന് അത് ഹൈ റിസ്ക് ആയിട്ട് കൂടുതൽ അവർക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് വിലയിരുത്താൻ സാധിക്കും. ദെൻ യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിങ് പ്രോസസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഭരണപരമായിട്ടും ആസൂത്രണപരമായിട്ടുള്ള കാര്യങ്ങൾ, നടപടികളിലേക്ക് പോകാനായിട്ട് സാധിക്കും. നമുക്ക് നെക്സ്റ്റ് എന്താണ്, ലിമിറ്റേഷൻസ് ഓഫ് പ്രിവിലേജ് നോക്കാം. ഇതിന്റെ ആ ഒരു ലിമിറ്റേഷൻസ്, നമ്മൾ ഗുണങ്ങൾ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. Can be viewed as a slice through the proportion of a population at a point in time. അതായത് നമ്മൾ ഒരു മേഖല മാത്രമേ സെർച്ച് ചെയ്യുന്നുള്ളൂ, അല്ലെ, ഒരു മേഖലയാണ് കൺസിഡർ ചെയ്തിട്ട് അവരെയാണ് എക്സാമിൻ ചെയ്തിട്ട് പരിശോധിക്കുന്നത്. എല്ലാ തരത്തിലും എല്ലാ ഭാഗത്തേക്കും ഈ പരിശോധന നടത്തണമെന്നില്ല. നമുക്കറിയാം, ചില നിശ്ചിത മേഖലകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. എല്ലാവരെയും കൂടി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. Then not consider the duration of diseases. ഇത് എത്രത്തോളം, അല്ലെ, ഇതിന്റെ കാലാവധി എത്രത്തോളം. നമുക്കറിയാം, ചിലപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് ആ നേരത്തെ എക്സാമിൻ ചെയ്തിട്ട് പ്രശ്നമൊന്നും ഉണ്ടായി കാണണമെന്നില്ല. ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിലെങ്ങാനുമാണ് അവിടെ പരിശോധിച്ചെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേരെ റിപ്പോർട്ട് ചെയ്തേനെ. ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസസ്. ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു രോഗത്തിന്റെ കാലാവധിയെ അവര് മാനിക്കുന്നില്ല, അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല. And only answer who has and who do have how many at the present.
എത്ര പേര് അല്ലെ എത്രത്തോളം ഉണ്ട്, അത് ആ പ്രസന്റിൽ എത്രത്തോളം പേർക്ക് എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അല്ല, ആ പീരീഡ് ചിലപ്പോൾ മാറി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എക്സാം ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് സ്ഥിരീകരിച്ചു തരും. അത് ആ ടൈമില് എക്സാം ചെയ്യുന്ന ടൈമിന് അത്ര പേർക്ക് എന്ന് മാത്രമേ ഇവിടെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? നോട്ട് ആൻസർ. When and how likely the diseases develop, we not suited for etiological studies. അതായത് ഇത് എങ്ങനെ വന്നു അല്ലെ, എപ്പോഴാണ് ഇത് വന്നത്, ഇത് എത്രത്തോളം ഈ ഡെവലപ്മെന്റ് വരാനുള്ള സാധ്യത എന്തുകൊണ്ടാണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് അതാണ് എത്തിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിന്റെ ബേസ് എവിടെ നിന്ന് വന്നു എന്നും പെട്ടെന്ന് കൺസിഡർ ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ എത്ര പേർക്ക് സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യം മാത്രമേ അതുകൊണ്ട് മനസ്സിലാക്കുന്നുള്ളൂ. അതായത് ഒരു എക്സാമിൻ നടത്താനായിട്ട് വരുന്ന ടൈമിൽ എത്ര പേർക്ക് വന്നു എന്ന് മാത്രമേ അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അതായത് പ്രിവിലിയൻസിന്റെ മറ്റൊരു ഇതും കൂടിയുണ്ട്, ഇതോടുകൂടി ആ ഒരു തീരാണ്. അപ്പൊ നോക്കാം എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിങ് പ്രിവിലിയൻസ്. അപ്പൊ അതിൽ പറയുന്നത് ഇൻസെൻസ്ഡ് ബൈ ഡിക്രീസ്ഡ്, സോറി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബൈ. ഇൻക്രീസ്ഡ് ബൈയും ഡിക്രീസ്ഡ് ബൈയും ആണ് അവിടെ കോളത്തില് നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ് ഇൻക്രീസ്ഡ് ബൈ എന്ന് പറയുന്നത്? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്. ഇൻക്രീസ്ഡ് ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിന്റെ ആ ഒരു വരാനുള്ള സാധ്യത, ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഡിക്രീസ്, ആ രോഗം താഴേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്. അതായത് ദൈർഘ്യകാലം, ആ ഒരു ദൈർഘ്യകാലം നമുക്ക് കൃത്യമായിട്ട് കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ആ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ അവർക്ക് അവിടെ ഉണ്ട് എങ്കിൽ അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതാണ്. ആ ഒരു രോഗം എന്താണ് കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ഡിസീസസ് ആയിട്ട് വരാം. അങ്ങനെയുണ്ടെങ്കിൽ അത് ഇൻക്രീസ്ഡ് ഡിസീസസ് ആണ്. ദെൻ പ്രൊളോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് കെയർ. ചിലപ്പോൾ ചില കാര്യങ്ങൾ അല്ലെ നമുക്ക് ഇതുകളില്ലാതെ തന്നെ, അധികം ശുശ്രൂഷയില്ലാതെ തന്നെ, വിത്തൗട്ട് കെയർ ഇല്ലാതെ തന്നെ അത് ഭേദമാകാനായിട്ട് സാധിക്കും. പ്രൊളോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് കെയർ കൊടുക്കാതെ തന്നെ ചില രോഗവ്യാപനങ്ങൾ നിർവീര്യമായി പോകാം. ചിലത് എല്ലാവരും കാണുന്നില്ല, ചിലത് നിർവീര്യമായി പോകാം. ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസ്, ഇൻക്രീസ്ഡ് ഇൻസിഡൻസ്. അതായത് പുതിയ കേസുകൾ വരുമ്പോഴാണ് അവിടെ രോഗവ്യാപനം കൂടി വരുന്നത്. അല്ല എങ്കിൽ അത് നിന്നു പോകും അല്ലെ. ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ന്യൂ കേസ് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ്. മൈഗ്രേഷൻ ഓഫ് കേസസ്, അതായത് നമുക്കറിയാം കോവിഡൊക്കെ വരുമ്പോഴെന്താണ് പുറത്തുനിന്ന് അവര് ചിലപ്പോ ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് അവിടെ നിന്ന് അല്ലെ ഏതെങ്കിലും പ്ലേസുകളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇൻ മൈഗ്രേഷൻ ഓഫ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുമ കൊണ്ടുവരുമ്പോൾ, അതായത് പുതിയ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഉത്ഭവിച്ചു വരുമ്പോൾ. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി. ഒരുപക്ഷെ ഈ രോഗം എല്ലാ ഏരിയകളിലും ഒരേപോലെ ബാധിക്കണമെന്നില്ല. ഹെൽത്തി പീപ്പിൾ ആണ് ആ ഭാഗത്ത് താമസിക്കുന്നതെങ്കിൽ ചിലർക്ക് അത് പിടിപെടണമെന്നില്ല. അപ്പൊ അത് എന്താണ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ അവരുടെ ആ ഹെൽത്ത് ഇഷ്യൂ കുറവുള്ളത് കൊണ്ടായിരിക്കും. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോഴും എന്താണ് ഈ രോഗവ്യാപനം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ. അപ്പൊ അതിന് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഇങ്ങനെ ഇതേമാതിരി തന്നെ രോഗാവസ്ഥയിലുള്ള ആളുകളുടെ കുടിയേറ്റം. ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ, അതായത് പുറത്തുനിന്ന വ്യക്തികളുടെ ഒപ്പം തന്നെ എന്താണ് രോഗങ്ങളും ഉണ്ടാകാം. അപ്പോ ചിലപ്പോ ചിലരില് പുറത്തുനിന്നുള്ള വ്യക്തികൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വ്യാപനം, നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ഒരു രോഗാവസ്ഥയിലുള്ളത്, ഇപ്പൊ കോവിഡ് ഉള്ള ഒരു വീട്ടിലേക്ക് പുറത്തുനിന്നൊരു വ്യക്തി വന്ന ആ വ്യക്തി ചിലപ്പോൾ ഒരു പക്ഷെ അസുഖം ഉണ്ടായി കാണണമെന്നില്ല, പക്ഷെ ആ വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ് ആ വീട്ടിൽ നിന്നും ആ വ്യക്തിക്ക് കൂടാനുള്ള സാധ്യത. അതാണ് ഇൻ മൈഗ്രേഷൻ ഓഫ് കേസ്. അതായത് പുറത്തുനിന്ന് ഒരു വ്യക്തി വരുമ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ ആ വീട്ടില് ആ ഒരു ഭാഗത്ത് ഇൻ കേസ് കോവിഡ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി പിടിക്കും. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കോവിഡ് വെച്ച് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത്. അപ്പൊ എന്താണ് ആ വ്യക്തിക്ക് കൂടി അസുഖം വരികയാണ്. അപ്പൊ ഇൻ മൈഗ്രേഷൻ ഓഫ് കേസ്.
ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി എന്ന് പറയുമ്പോൾ എന്താണ്, പുറത്തുനിന്ന് പോകുന്ന ആ വ്യക്തികള് പുറത്തേക്ക് പോവുകയാണ്, അവര് ഹെൽത്തി അല്ലാതെ തന്നെയാണ് എങ്കിൽ, അവർക്ക് ആരോഗ്യമില്ലാതെയാണ് പോകുന്നതെങ്കിൽ അവർ ചിലപ്പോൾ പുറത്തുനിന്ന് എന്താണ് വീണ്ടും ഈ അസുഖം മേടിച്ചിട്ട് വരാനുള്ള സാധ്യതയാണ്. ഇനി വീണ്ടും പറയുന്ന മറ്റൊരു കാര്യം, ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖമുള്ള വ്യക്തികൾ വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ അസുഖത്തോടു കൂടി വരികയാണെങ്കിൽ എന്താണ്, അവിടെ അസുഖം കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ 2-3 പോയിന്റ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവണ്ട. അതായത് പുറത്തുനിന്ന് ഒരു വ്യക്തി വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് ഈ ഭാഗത്തേക്ക് നമ്മുടെ ഒരു കോവിഡ് ഉള്ള പ്ലേസിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആ വ്യക്തിക്ക് അറിയാതെ തന്നെ ചിലപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ എന്തെങ്കിലും കുറവ് കൊണ്ടാണെങ്കിൽ കൂടി ചിലപ്പോൾ അവർക്ക് രോഗം വരാം. അപ്പൊ ആ രോഗം അവിടെ ഇൻക്രീസ് ചെയ്യാം. ഇൻമൈഗ്രേഷൻ ഓഫ് ഔട്ട്മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി, അതായത് അവർക്ക് ഹെൽത്ത് അല്ലാത്ത വ്യക്തികൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്, വീണ്ടും അവിടേക്ക് വരുമ്പോഴെന്താണ് അവര് പുറത്തുനിന്ന് തന്നെ ഈ തരത്തിലുള്ള അസുഖം മേടിച്ചിട്ട് ചിലപ്പോൾ വന്നിരിക്കാം. ഇൻമൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അത്തരം വ്യക്തികൾ അസുഖത്തോട് കൂടിയിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നെങ്കിൽ അവിടേക്കും അസുഖങ്ങൾ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇംപ്രൂവ്ഡ്, അതൊരു വേറെ ഇപ്പുറത്തേക്കുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതൊക്കെ ഇൻക്രീസ്ഡ് ബൈ ആണ്. ഡിക്രീസ്ഡ് ബൈ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്, അതായത് ഒരു ഭാഗത്തെ ഡിസീസസ് അധികം കാലാവധി ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ആ രോഗം ഇല്ലാതെ എത്തിയിട്ടും കുറഞ്ഞു പോകും. ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് ഫ്രം ഡിസീസസ്, അതായത് മരണനിരക്ക് അല്ലെ, അത് മരണനിരക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഉള്ളവർക്ക് മരിച്ചു പോവുകയാണെങ്കിൽ എന്താണ് പിന്നെ രോഗവ്യാപനം ഇല്ല അല്ലെ, അങ്ങനെ വരുന്ന കേസുകളിലാണെങ്കിലും രോഗവ്യാപനം ഇല്ലാതെയാവും. ഡിക്രീസ് ഇൻ ന്യൂ കേസസ്, പുതിയ കേസുകൾ കുറഞ്ഞു വരികയാണെങ്കിലും അവിടെ ആ ഭാഗത്തേക്ക് രോഗങ്ങൾ ഉണ്ടാവുകയില്ല. എന്താണ് ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, വരുന്നവരെല്ലാം എന്താണ് നല്ല ഹെൽത്തോട് കൂടിയിട്ടുള്ള പീപ്പിൾസ് ആണ് എങ്കിൽ അവർക്ക് രോഗമൊന്നും ഉണ്ടാവില്ല, പുറത്തുനിന്ന് വന്നവർക്കും രോഗം ബാധിക്കാതെയാണ് അവർ വരുന്നത്. ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, പുറത്തേക്ക് പോകുന്ന വ്യക്തികൾക്കും ഈ പറഞ്ഞ ആരോഗ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് ആരോഗ്യത്തോടു കൂടിയേ പോണത് എങ്കിൽ എന്താണ് അവര് വലിയ പ്രശ്നമില്ലാതെ തന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഭാഗത്തേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അവിടെ എന്താണ് രോഗവ്യാപനത്തോട് കുറയുകയാണ്. ഇംപ്രൂവ്ഡ് കെയർ റേറ്റ് ഓഫ് കേസസ്, അതായത് പരിചരണം അല്ലെ, നമുക്ക് എപ്പോഴും പരിചരണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ അസുഖ വ്യാപന നിരക്ക് കുറവായിരിക്കും അല്ലെ. എപ്പോഴും എന്തെങ്കിലും ചെറുത് കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലൈസേഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എന്താണ് അവിടെ രോഗം വീണ്ടും മറ്റാർക്കും വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുകയില്ല. അപ്പൊ അതും ഡിക്രീസ് ആവാനായിട്ട്, ഈ രോഗവ്യാപനം കുറഞ്ഞു വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് പോയിന്റ് നോക്കാം, ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റീസ്. അത് ഈ പോയിന്റിലേക്ക് വരുന്നതാണ്. അതായത് നമ്മുടെ രോഗനിർണയം അത് സൗകര്യപ്പെടുകയാണെങ്കിൽ എന്താണ് അവിടെ ഡിക്രീസ് ചെയ്യാണ്. അത് രോഗനിർണയം സൗകര്യപ്പെടുമ്പോഴെന്താണ് അവിടെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. രോഗനിർണയം എപ്പോഴും കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പരിചരണം കിട്ടുകയാണ് എങ്കിൽ അവിടെ അസുഖങ്ങൾ വരികയില്ല അല്ലെ. എന്ന് പറഞ്ഞ മാതിരി രോഗനിർണയം എപ്പോഴും നടത്തുമ്പോൾ എന്താണ് അസുഖങ്ങൾ വീണ്ടും വളരാൻ സാധ്യതയില്ല. അവർ രോഗനിർണയം നടത്തി അതിന്റെ ശുശ്രൂഷകൾക്ക് ഉള്ള കാര്യങ്ങളെല്ലാം എടുക്കും. അപ്പൊ എന്താണ് വീണ്ടും ആ ഒരു അസുഖ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഡിക്രീസ് ആവും. അപ്പൊ ഈ ഒരു ആ ഒരു ടേബിൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളും ഡിക്രീസ് ആവാനുള്ള സാധ്യത വെച്ച് നോക്കാം. അതോടുകൂടി പ്രിവിലിയൻസിന്റെ ആ ഒരു ടോപ്പിക് തീരുകയാണ്. എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങള് പ്രിവിലിയൻസ് എന്താണെന്നുള്ള കാര്യം അല്ലെ ഏകദേശം ഒരു രൂപരേഖ കിട്ടിക്കാണും. രോഗവ്യാപനം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു മറ്റൊരു കാര്യമാണ് ഇൻസിഡൻസ്. അതുമാതിരി തന്നെ രോഗവ്യാപനം പോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മറ്റൊരു ഇതാണ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സംഭവങ്ങൾ അല്ലെ. എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് സംഭവിക്കുന്നത് ആകസ്മികമായിട്ട് ചിലപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പൊ രോഗവ്യാപനം നമുക്കറിയാം, അത് ചിലപ്പോ 1 പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടു ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വന്നിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ 1 ഇയറിൽ അതല്ലെങ്കിൽ പിന്നെ എന്താണ് ലൈഫിൽ മുഴുവനും ആ രോഗവ്യാപനത്തിന്റെ ആ ഒരു ഇതുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് മാത്രം പെട്ടെന്ന് ഉത്ഭവിച്ചതാണ്. അതുവരേക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല.
മറ്റേ നമുക്കറിയാം ഒരു റിപ്പോർട്ട് ചെയ്തു വരാൻ സാധ്യതയുണ്ട്, പിന്നീട് ഇത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചോണ്ടല്ലേ കോവിഡ് പറയുമ്പോൾ ആ ടൈമിൽ നമുക്കറിയാം ഓരോ സമയത്ത് ഓരോ രാജ്യത്തിന്റെ റിപ്പോർട്ട് ചെയ്തു അതിന്റെ ബേസിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അത് അങ്ങനെ വർഷങ്ങളോളം കുറച്ച് നാളുകളോളം നീണ്ടുനിന്ന ഒരു രോഗവ്യാപന ഇതാണത്. ഇത് ഇൻസിഡൻസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് നിങ്ങൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഹോട്ടലിൽ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ അതുമായിട്ട് പെട്ടെന്ന് ചിലർക്ക് നമ്മൾ ഒരു ചെറിയ പെട്ടെന്ന് ഗ്രാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതായത് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ, എന്തെങ്കിലും അണുബാധം വെച്ച് എന്തെങ്കിലും ഒരു ഇതുകൾ അവർക്ക് ചിലപ്പോൾ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറിൽ പിടിക്കാതെ വരുന്ന എന്തെങ്കിലും അവസ്ഥയ്ക്ക് വരാം. ആ ഒരു സംഭവം എന്താണ് നിലവിൽ ഉണ്ടാവാതിരുന്നതാണ്. അവർ പെട്ടെന്ന് വന്നു, പിന്നെ അത് എവിടെ നിന്ന് വന്നു, അത് എത്രയും പെട്ടെന്ന് നമ്മൾ അടിച്ചമർത്തുന്ന അവർ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇൻസിഡൻസിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇൻസിഡൻസ് റേറ്റും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട അതൊരു പെട്ടെന്ന് ഉള്ള ഒരു സംഭവമാണ്. ആ സംഭവം എത്രത്തോളം പെട്ടെന്ന് നിർത്തലാക്കുന്നുവോ, ആ രോഗിയെ എത്രത്തോളം വ്യക്തികളിൽ അത് ബാധിക്കുന്നുവോ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉള്ള ഒരു സംഭവമാണ്. അത് അവരെ മാത്രം കൈകാര്യം ചെയ്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആക്കി തീർന്നു കഴിയുമ്പോൾ ആ ഇൻസിഡൻസ് നിർത്തുകയാണ്, അല്ലെ? ആ ഇൻസിഡൻസ് അതോടുകൂടി സ്റ്റോപ്പ് ആവുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു രോഗവ്യാപനത്തിന്റെ സംഭവമാണ് ഇവിടെ പറയുന്നത്. ഒരു സംഭവം എന്തെങ്കിലും ഒരു പ്രത്യേക സമയത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ നോക്കാം. ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് ഡിസീസസ്. അതായത് ഈ ഇടയ്ക്ക് ഡയഗ്നോസ് ചെയ്ത രോഗനിർണയം സംഭവിച്ചപ്പോഴും ഉണ്ടായ ആ രോഗത്തിന്റെ ഒരു അവസ്ഥയാണ് ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസ് ഓഫ് ഡിസീസസ്. ഒരു രോഗം എന്ന് പറയുന്നത് ഇപ്പോ അല്ലെ ഈ ഇടയ്ക്ക് നമ്മൾ നിർണയം നടത്തിയപ്പോൾ രോഗികളെ പരിശോധിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. ആൻഡ് ഇൻസിഡൻസ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസ് ഓഫ് ഡിസീസസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസസ്. അപ്പോ അവിടെ എന്താണ് ആ റീസെന്റ് ആയിട്ട് ഒരു രോഗാവസ്ഥയിൽ അയക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, അതാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസസ്. ഈ ഡിസീസസ് വരാൻ സാധ്യതയുള്ള പേഴ്സൺസ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഒരു ഹോട്ടലിൽ അല്ലെ അത്ര പേർക്ക് ആ ഭക്ഷണം കഴിച്ചപ്പോൾ പ്രോബ്ലംസ് ഉണ്ടായി, അത് ആ ഉണ്ടായ രോഗനിർണയം നടത്തിയ വ്യക്തികൾ ന്യൂമറേറ്റർ ആണ്. വരാൻ സാധ്യത ആ ഭക്ഷണം കഴിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അല്ലെ ആ ഒരു നിശ്ചിത സമയങ്ങൾ ആ ഒരു ദിവസത്തില് ആരൊക്കെയാണ് ഫുഡ് കഴിച്ചത് അവരായിരിക്കും എന്താ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. എത്ര പേഴ്സൺസ് ഉണ്ടോ അവരായിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. നോക്കാം. ഇൻസിഡൻസ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസ് ഓഫ് ഡിസീസസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസസ്. നെക്സ്റ്റ് ഇൻസിഡൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. അതൊരു പ്രധാനപ്പെട്ട റേറ്റ് ആണ്. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് who develop diseases in the course of a specific time of period. ഒരു നിശ്ചിത സമയത്തിൽ എത്രത്തോളം പേഴ്സൺസിന് അത് ആ ഒരു റിസ്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് അത് ഡെവലപ്പ് അത് എങ്ങനെ വളർന്നു വന്നു ആ ഒരു രോഗം എങ്ങനെ വളർന്നു വന്നു എന്നുള്ള ഒരു പ്രത്യേകമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ റേറ്റ് ആണ് ഇൻസിഡൻസ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസിഡൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പീപ്പിൾ അറ്റ് റിസ്ക് who develop diseases in the course of a specific time period. Then അതിന്റെ ഫോർമുല പറയുന്നുണ്ട്. ഇൻസിഡൻസ് റേറ്റ് നമ്പർ ഓഫ് ന്യൂ കേസ് ഓഫ് ഡിസീസസ് ഇൻ എ ഗിവൺ ടൈം പീരിയഡ്, ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക്, ഡ്യൂറേഷൻ ഓഫ് ഫ്ലോ ഓഫ് പീരിയഡ്. അതായത് ആ ഒരു ടൈമിൽ അല്ലെ എത്രത്തോളം പേഴ്സൺസിന് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് അതാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ദെൻ അതിന്റെ ആ ഒരു ഡ്യൂറേഷനിൽ ആ ഒരു ടൈമിൽ എത്രത്തോളം പേഴ്സൺസ് അവിടെ ഫുഡ് കഴിച്ചു അല്ലെ അവരുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ടൈമിനുള്ളിൽ എത്രത്തോളം ടോട്ടൽ പോപ്പുലേഷൻ എത്രത്തോളം മൊത്തം പീപ്പിൾസ് അവിടെ നിന്ന് ആ റിസ്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അവരെയാണ് എന്ത് ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ന്യൂമറേറ്റർ ആയിട്ട് എത്രത്തോളം പേഴ്സൺസിന് ആ ഡിസീസ് വന്നു ആ ഒരു രോഗനിർണയം നടത്തിയപ്പോൾ എത്രത്തോളം പേർക്ക് നിർണയം നടത്തുമ്പോൾ നമുക്കറിയാം അല്ലെ രോഗം ബാധിച്ചു അല്ലെ അവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്തു. അപ്പൊ അത്തരം പേഴ്സൺസിനെ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നു. വരാൻ സാധ്യതയുള്ള പേഴ്സൺസ് എത്രത്തോളം പേരുണ്ടോ അത് ഡിനോമിനേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. Then 3 key elements ഉണ്ട്. എന്താണ് പ്രധാനമായിട്ടും only new case included in numerator. പുതിയ കേസുകൾ മാത്രമേ അല്ലെ അപ്പം സംഭവിച്ച പുതിയ കേസുകളാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. Then total population at risk in the denominator. വരാൻ സാധ്യതയുള്ള പേഴ്സൺസ് അവരാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. Then time element
പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസ് ഡിഫക്റ്റ്. അതായത് ഏത് സമയത്താണോ ആ ഒരു റീസെന്റ് കേസ് വന്നത് അതാണ് ടൈം എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ കഴിച്ചവരെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ അല്ലെ. നേരത്തെ ചിലപ്പോൾ തലേദിവസം അതിന്റെ മുന്നത്തെ ദിവസം അതല്ല പ്രശ്നം. ആ ഒരു ഇൻസിഡൻസ് ഉണ്ടായ ടൈമിൽ അവര് എത്രത്തോളം പേരാണ് അവർക്ക്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് വരാൻ സാധ്യതയുള്ള പേഴ്സണിനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതാണ് ടൈം എലമെന്റ് പറയുന്നത്. പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസ് ഡിഫക്റ്റഡ്. ആ ഒരു റീസെന്റ് കേസ് വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം പേര് വരുന്നുണ്ട്, എത്രത്തോളം പേർക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ടൈം എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ടു മെയിൻ ടൈപ്സ് ഓഫ് ഇൻസിഡൻസ്. അതെന്താണ്? ഇപ്പൊ നമുക്കറിയാലേ, ഒരു 1-2 പേർക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്യും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും കുറെ പേർക്കും കൂടി ഇങ്ങനത്തെ തന്നെ സിംറ്റംസ് കാണിച്ചു വരുന്നത്. അപ്പൊ ആ ഒരു 2-3 ടൈപ്പുകൾ വരുന്ന ആദ്യം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെയാണ് ഈ ഇൻസിഡൻസിന്റെ റേറ്റ്, ആ ഒരു ഡെൻസിറ്റി, അതിന്റെ ഒരു വ്യാപ്തി കൂടിക്കൂടി വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അത് വർദ്ധിച്ചു വരുന്നു. ആ ഒരു രോഗവ്യാപനം, അതായത് ആ രോഗാവസ്ഥയിലേക്ക് കുറച്ചുകൂടി കൂടുതൽ പേഴ്സൺസ് വരുന്നു. അതാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. നമുക്ക് ചിലപ്പോഴറിയാം, ചിലപ്പോൾ 1-2 പേർക്ക് മാത്രം അത് പോയിന്റ് ഔട്ട്, അതായത് അങ്ങനെയുള്ള സിംറ്റംസ് വന്നിട്ടുണ്ടാവില്ല. ബാക്കി ആരും റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. വലിയ പ്രശ്നംസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അൺഹെൽത്തി ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എന്താണ് കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് റേറ്റ്, ആ റേറ്റ് ആ സാന്ദ്രത അനുസരിച്ചിട്ട് ചിലപ്പോൾ എല്ലാവർക്കും തന്നെ ബാധിക്കണമെന്നില്ല. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്. അതിന്റെ സവിശേഷതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. അതായത് എത്രത്തോളം ഉണ്ട് ഈ കണ്ടീഷൻസ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ഇടയിൽ നമുക്ക് അറിയാൻ സാധിക്കണമെന്നില്ല. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സമയത്ത് അല്ലെ, ഒരു സമയത്ത് ഇത്രയും പേർക്ക് സ്ഥിരീകരിച്ചു. അത് എത്രത്തോളം സ്ഥിതി എത്രത്തോളം എന്ന് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. ചിലർക്ക് ചിലപ്പോ ആരോഗ്യം വലിയ കുഴപ്പമില്ല എങ്കിൽ അവർക്ക് ഒരു പക്ഷെ കുറച്ചും കൂടി നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ സിംറ്റംസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു സിംറ്റംസ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു, ആ റിയാക്ഷൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു വരും. അപ്പൊ എത്രത്തോളം അതിന്റെ സവിശേഷതയിൽ പറയുന്നത് ഇത് ഹൗ ഫാർ ദ കണ്ടീഷൻ ഇസ്, ഇത് എത്രത്തോളം ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വിശേഷിക്കുകയാണ്. Then a measure of a risk disease is but should be for a stipulated time period. അതായത് നമ്മള് നിശ്ചിത കാലയളവിലേക്കുള്ള അല്ലെ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിലേക്ക് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. മെഷർ റിസ്ക് നമുക്ക് അറിയാം, ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈം അല്ലെ, ആ ടൈമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുള്ളൂ. അതിന് മുന്നോ അതിനുശേഷമുള്ള കാര്യം ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നില്ല. എ മെഷർ ഓഫ് റിസ്ക് ഡിസീസസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരിയഡ്. ആ ഒരു നിശ്ചിത സമയത്തിലേക്ക് മാത്രമേ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുള്ളൂ, മെഷർ ചെയ്യേണ്ടതുള്ളൂ. Then express the risk of having an outcome for the population at a risk not for a single person. നമുക്കറിയാം അതിന്റെ റിസ്ക് അല്ലെ, കുറച്ച് പേർക്ക് ആ റിസ്ക് അനുഭവപ്പെട്ടു. പക്ഷെ മറ്റുള്ളവരെ കൂടി ആ ഒരു പോപ്പുലേഷൻ എത്രത്തോളം പേര് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു ഇന്ന ദിവസത്തില് ഈ ഒരു പ്രത്യേക ഫുഡിനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യേക ഫുഡ് ആരൊക്കെ കഴിച്ചു അവരെ മൊത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് അല്ലെ, മൊത്തത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. എക്സ്പ്രസ് റിസ്ക് ഹാവിങ് ആൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. ഒരു പേഴ്സണെ മാത്രമല്ല ശ്രദ്ധ, അവര് ആ ഒരു സിംറ്റംസ് കാണിച്ച ആ ഒരു വ്യക്തിയെ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള മൊത്തം പോപ്പുലേഷനെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്കമായിരിക്കണം. Then population must be free of diseases at the beginning of the study. അതായത് നമുക്കറിയാം ആ ഒരു സംഭവം, ആ ഒരു ഇൻസിഡൻസ് സംഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് അല്ലെ. അതുവരേക്കും എന്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ആർക്കും ഇല്ല. അതാണ് പറയുന്നത് അറ്റ് ദ ബിഗിനിങ് ഓഫ് സ്റ്റഡിയുടെ ടൈമില് നോട്ട് അല്ല, എല്ലാവരും ആ ഡിസീസസിന്റെ ആ ഒരു അസുഖം ഇല്ലാത്ത വ്യക്തിത്വമായിരുന്നു. അതിനുശേഷമാണ് അല്ലെ, നമുക്ക് ചിലപ്പോ അറിയാം അവിടെ വോമിറ്റ് ചെയ്യണമെങ്കിൽ അയക്കുന്നുണ്ട്, ചിലപ്പോൾ ആ പേഴ്സൺസ് അങ്ങനത്തെ വ്യക്തികളായിരിക്കാം. അങ്ങനെയാവാൻ പറ്റില്ല. ആ ഒരു റീസൺ വന്നെങ്കിൽ, ഇൻസിഡൻസ് വന്നെങ്കിൽ അത് ആ ടൈം വരെ രോഗമില്ലാത്ത വ്യക്തിക്കായിരിക്കണം ആ ഒരു ഇൻസിഡൻസ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഈ ഇൻസിഡൻസ് റേറ്റ് ഒക്കെ ആവശ്യമുള്ളൂ. അല്ലാതെ ഒരു രോഗിയായിരിക്കുന്ന പേഴ്സൺസിന് അതേ രോഗം പിടിപെട്ടു എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇഷ്യൂ ഇല്ല. അവിടെ അതുവരേക്കും രോഗമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇത്തരം ഒരു ഇൻസിഡൻസ് സംഭവിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് ഇൻഫെക്ഷൻ വന്നത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ സിംറ്റംസ് വന്നത് എങ്കിൽ മാത്രമേ അത് പരിഗണിക്കേണ്ടതുള്ളൂ.
അപ്പൊ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഷുറൻസുമായിട്ട് ഉള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ ഇത്തിരി സ്പീഡിൽ പോകുന്നുണ്ട്. ക്ലിയർ അല്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ വേർഡ്സ് ചോദിക്കാം. ക്ലിയർ ആണോ? നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമ്മള് എന്താണ് ഇൻസിഡൻസിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, അതിന്റെ സവിശേഷതകൾ, ഇന്ന കാര്യങ്ങൾ നമ്മൾ ആ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വിഷയം കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? യൂസ് ഓഫ് ഇൻസിഡൻസ്. ഈ ഇൻസിഡൻസ് റേറ്റ് ഒക്കെ കാണുന്നതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത്. എന്താണ്? എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസസ് ഒക്കറൻസ് ഓഫ് ഓവർ ടൈം. അതായത് നമുക്ക് എത്രത്തോളം പേഴ്സൺസിനെ ഇത് ബാധിച്ചു എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം നമുക്കറിയാം. കുറച്ച് പേര് കുട്ടികളായി വന്നു, ഇനിയും റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഓവർ ടൈമിനുള്ളിൽ എത്രത്തോളം രോഗം വരാൻ സാധ്യത, എത്രത്തോളം വരാൻ സാധ്യതയുണ്ടെന്ന് വിശദീകരിക്കാൻ സാധിക്കും. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസസ് ഒക്കറൻസ് ഓവർ എ ടൈം. Then useful in planning for preventive measures as to prepare resources to combat events. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി പേര് ഇപ്പൊ ഇച്ചിരി കൂടി വലിയൊരു സംഭവമാണെങ്കിൽ, വലിയൊരു കുറെ വ്യക്തികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇങ്ങനെ വന്നതെങ്കിൽ, പെട്ടെന്ന് ഇൻസിഡൻസ് ആയിട്ട് വന്നതെങ്കിൽ എന്താണ്, അപ്പൊ എല്ലാവർക്കും തന്നെ ഹോസ്പിറ്റലൊക്കെ സജ്ജമാക്കേണ്ടതുണ്ട്. ഒരുപാട് പേഴ്സൺസ് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരെ എല്ലാം തന്നെ ചികിത്സിക്കാനായിട്ട് നമുക്കറിയാം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ റിപ്പോർട്ട് തേടും. അപ്പൊ എല്ലാവർക്കും ഈ മെഡിസിൻസും ചികിത്സാ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കേണ്ടതാണ്. യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷർ, മുൻകരുതൽ എന്ന രീതിയിൽ അത് മെഷർ ചെയ്തിട്ട് എത്രത്തോളം പേർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. കുറെ പേര് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഇനി ഇങ്ങനത്തെ ചികിത്സാ സഹായം വേണ്ടി വരും, എല്ലാ ഹോസ്പിറ്റലും റെഡി ആയിരിക്കണം എന്നൊക്കെയുള്ള മെസ്സേജ് പാസ് ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് റേറ്റ് അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കുമ്പോഴാണ് ഇനി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷർ ആസ് ടു പ്രിപ്പയർ റിസോഴ്സസ് ടു കോമ്പാറ്റ് ഈവെന്റ്സ്. ഇത്തരം ഈവെന്റുകളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും റിസോഴ്സസ്, എന്തെങ്കിലും വിഭവങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Then compare the risk of the diseases between 2 or more populations. അതായത് നമുക്ക് അറിയാം, ചിലവർക്ക് ഫുഡുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വരികയാണെങ്കിൽ ചില ഹെൽത്തി പീപ്പിൾസിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് മാറിക്കിട്ടും. പക്ഷെ 1-2 പീപ്പിൾസിനെ കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കും. ചിലർക്ക് ഇത് ഇത്തിരി കൂടി എഫക്റ്റീവ് ആയിരിക്കും, ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിഷൻ ചെയ്യുമ്പോൾ ആ ഡോക്ടേഴ്സിന് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. 1-2 പേർക്ക് ഇങ്ങനെ അത് കുഴപ്പമില്ലാതെ പോയിക്കോളും, 1-2 പേർക്ക് ഇച്ചിരി കൂടി കൂടുതൽ പരിചരണം ആവശ്യമായിട്ട് വരും. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. ആ റിസ്ക്, ആ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്ത് വിലയിരുത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. Then as the incidence rate are influenced by any factor and detect the risk factor. അപ്പൊ ഈ ഇതിന്റെ അത് വരാനായിട്ടുള്ള സാധ്യത as the incidence rate are influenced by any factor. ഏത് ഫാക്ടർ കൊണ്ടാണ് ഈ ഒരു സംഭവം വന്നത്, ഏത് മാറ്റർ ആണ് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ആ ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് കണ്ടെത്താനായിട്ടും സാധിക്കും എന്നുള്ളത്. ഒരുപാട് കുറച്ച് പേര് അഡ്മിഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കണ്ടെത്തി കഴിയുമ്പോൾ ഇത്രത്തോളം പേരെ പരിശോധിച്ച് അത് കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ അത് ഏത് ഫാക്ടറിൽ നിന്നാണ് ഈ റിസ്ക് വന്നത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഇനി വീണ്ടും അതുമാതിരി തന്നെ അതിന്റെ ഉപയോഗത്തിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസും പറയുന്നുണ്ട്. അതിന്റെ പ്രാധാന്യം, ഈ ഒരു ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. ഇത് പിന്നെ പാത്തജൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഏത് രീതിയിൽ നിന്നാണ് ഈ രോഗം സംഭവിച്ചത്, രോഗനിർണയം ഏത് തലത്തിൽ നിന്നാണ് ഈ ഇൻസിഡൻസ് സംഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. Then to find disease distribution,
അതായത് ഈ അസുഖം അത് വ്യാപനം ചെയ്തിരിക്കുന്നത് എങ്ങനെയുള്ളവരിലാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. രോഗാവസ്ഥ കൂടുതൽ എല്ലാവർക്കും പിടിച്ചിട്ടില്ല, ഒരുപക്ഷെ ഹെൽത്തി അല്ലെ നോൺ ഹെൽത്ത് ആയിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും പിടിപെട്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടെത്താനായിട്ട് സാധിക്കും. ടു കൺട്രോൾ ഡിസീസസ്, അത് മാത്രമേ തന്നെ ആ ഒരു രോഗത്തെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഇത് ഇനിയും എല്ലാവരിലേക്കും എത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമുക്കിപ്പോ നേരത്തെ അറിയാലോ, ഹോട്ടലിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി മെസ്സേജ് കൊടുക്കും, ഇന്ന ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുൻകരുതലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാനായിട്ട്, ആ ഒരു അസുഖത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. റെസ്ട്രെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷർമെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ലെ ചികിത്സ മുൻകരുതൽ എന്താ പറഞ്ഞ മാതിരി തന്നെയാണ് അതിനെ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനായിട്ട്, അത് എത്രത്തോളം വേണ്ടി വരുമെന്നൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് പോളിസി മേക്കിംഗ്, അതായത് എന്തെങ്കിലും പ്രോബ്ലം അല്ലെ, എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് വരുമ്പോഴാണ് എന്തെങ്കിലും പുതിയ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരിക അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയ സംഭവമാണ്, ഇപ്പൊ ഹോട്ടലിൽ തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഇഷ്യൂസിൽ നിന്ന് ഇൻസിഡൻസ്, ഇപ്പൊ ആക്സിഡന്റ് കേസുകളോ അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ടലിലെ പ്രത്യേക കേസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴായിരിക്കും പുതിയ പുതിയ നിയമാവലികൾ ഗവൺമെന്റ് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലായിട്ട് ഇരിക്കുന്ന ഭരണകർത്താക്കള് നിയമങ്ങളൊക്കെ കൊണ്ടുവരിക. ഇന്ന രീതിയിൽ തന്നെ ഫുഡുകൾ കൈകാര്യം ചെയ്തിരിക്കണം, നിങ്ങളുടെ ഫോൺ നമ്പേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കണം, അതുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയിക്കാനാണ്. ചിലപ്പോൾ എന്തെങ്കിലും രക്തം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇച്ചിയും കൂടി വിഷു കൂടും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് നിയമങ്ങളും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്, ഈ ഇൻഷുറൻസ് റേറ്റ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ പുതിയ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ്. ഇതും കൂടി ജസ്റ്റ് മനസ്സിലാക്കുക. അതോടുകൂടി നമ്മുടെ ഇത്തരം കാര്യങ്ങൾ കഴിയാണ്. ഇത്തരം നമ്മുടെ പ്രിവലൻസ് റേറ്റും മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ഇൻഷുറൻസ് ഒക്കെ കഴിയാണ്. നമുക്കുള്ളത് എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് ചലഞ്ചസ് ആണ്. ഇതുവരേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ, ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ പരമാവധി ചാപ്റ്റർ തീർക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്കാണെങ്കിൽ ഇനി എനിക്കറിയില്ല, നെക്സ്റ്റ് വീക്കും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് മിസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ, ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ അവേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഴ്ചയിൽ 2 ക്ലാസ് മാത്രം ഉണ്ടാകുന്നുണ്ട്. സെക്കൻഡ് ക്ലാസ് പോയിന്റ് ഒക്കെ മനസ്സിലായാം. സ്ട്രെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷർമെന്റ്സ്. അപ്പൊ നോക്കാം, അതില് ഒരു മിനിറ്റ് ഇത് കഴിയിട്ട്. സ്ട്രെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷർമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇത് ചികിത്സയുമായി ബന്ധപ്പെട്ട മെഷർമെന്റ്സ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്മിഷൻ എത്രത്തോളം പേഴ്സൺസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. പിന്നെ അവരുടെ ജീവൻ, അവരുടെ ജീവിതത്തിൻ്റെതായ, അതായത് ലൈഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ആ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഷർമെന്റ്സ് ചികിത്സാ നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വലിയ ഇൻസിഡൻസ് ഒക്കെയാണ് സംഭവിക്കണമെങ്കിൽ എല്ലാവരെയും പെട്ടെന്ന് എല്ലാം സജ്ജമാക്കണം എന്നൊക്കെ ഒരു മെഷർ അല്ലെ, ഒരു കണക്ക് കൂടുതൽ എല്ലാവർക്കും എത്തിക്കാനായിട്ട് സാധിക്കും. ഈ ഇൻസിഡൻസ് റേറ്റിന്റെ ആ ഒരു കാൽക്കുലേഷനോട് കൂടിയിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. എത്രത്തോളം പേർക്ക് വ്യാപിച്ചിട്ടുണ്ട്, എത്രത്തോളം പേഴ്സൺസ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇന്നില്ല എക്യുപ്മെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കണം. ചിലപ്പോൾ ചില ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അല്ലെ, അവർക്ക് ഓക്സിജനും അതേമാതിരി തന്നെ വളരെ വീക്കായി പോകുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം ആവശ്യമാണ്. അപ്പൊ അതെല്ലാം ആ ഒരു ട്രീറ്റ്മെന്റിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പറയുന്നത് വളരെ നേരത്തെ എടുത്തതാണ്, സൂചനകൾ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഓരോ മെഷർമെന്റുകൾ, ഈ മെഷർമെന്റുകളാണ് സൂചനകൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ മെസ്സേജ് ഇതാണ് സൂചനകൾ എന്നുള്ളത്. ഈ മെഷർമെന്റുകളെയാണ് ഇങ്ങനെയുള്ള റേറ്റുകൾ തീരുമാനിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇനി നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ.
നിങ്ങൾ എന്തായാലും ഇതിന്റെയൊക്കെ മീനിങ്, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കണം, അതായത് നമ്മുടെ വോക്കൽ ടെസ്റ്റ് മാത്രമല്ല എല്ലാ കാര്യത്തിലും അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർത്ത് വെക്കണം. മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, പ്രിവിലേജ് എന്താണ്, ഇൻസിഡൻസ് എന്താണ് എന്നുള്ള കാര്യം മൈൻഡിലേക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ചാപ്റ്ററിൽ എല്ലാം ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ വോക്കൽ ടെസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ഇതുണ്ടായിരിക്കണം. അതിന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും ഇത് നമുക്ക് ഏറ്റുപരിചയമുള്ളതാണല്ലോ. ഈ പ്രിവിലേജ് എന്ന് വെച്ചാൽ തലവൊക്കെ വ്യാപാരം, ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് ആണ്, അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിയിച്ചു ആൻസർ ചെയ്യും. പിന്നെ അതിലെന്താ പറഞ്ഞത്, ചാലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വെല്ലുവിളികൾ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇതിലുമായി വരുമ്പോൾ നമ്മൾ ഇത് വരുമ്പോൾ കുറെ വെല്ലുവിളികൾ കൂടി നേരിടേണ്ടി വരും. അതായത് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു പോയിന്റിലും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു ഹോസ്പിറ്റലിന്റെ ഭരണകാര്യത്തിൽ ഇരിക്കുമ്പോഴും കുറെ വെല്ലുവിളികളും കൂടി ഉള്ളതാണ്. അതെന്തൊക്കെ വെല്ലുവിളിയാണെന്ന് നോക്കാം. ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് ഹാവ് ഓവർടേൺഡ് ഓവർ social, economic and the political policies and have provided in the clinicians with the newly discovered aids for diagnosis and treating illness. അതായത് നമ്മള് പറഞ്ഞ മാതിരി ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഏതൊരു ഹോസ്പിറ്റലും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ആ റിസപ്ഷനിസ്റ്റിന്റെ കൗണ്ടർ തുടങ്ങി അങ്ങേറ്റം നമുക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന എല്ലാ തരത്തിലും എല്ലാ ലെവലിലും എന്താണ് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ കാണാം അല്ലെ. പണ്ടത്തെ പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നൂതന ആശയങ്ങളാണ് എല്ലാ ഹോസ്പിറ്റലിലും ഉള്ളത്. പുതിയ പുതിയ സൗകര്യങ്ങൾ, ടെക്നിക്കിന്റെ ആ ഒരു ഉത്ഭവം തന്നെ അത് തന്നെയാണ് അവിടെ പറയുന്നത്. എന്താണ് ഓവർടേൺഡ് അവർ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസീസ് ആൻഡ് ഹൗ പ്രൊവൈഡ് ദ ക്ലിനീഷ്യൻസ് വിത്ത് ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഇല്ലസ്. അതായത് എല്ലാ തരത്തിലും സഹായിക്കാനായിട്ട് ഈ യന്ത്രസാമഗ്രികളുടെ അത് പുതിയ ഇത് വന്നതോട് കൂടിയിട്ട് മൊത്തത്തിൽ അല്ലെ അവിടെ ഗവൺമെന്റ് സെക്ടർ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസീസ് എന്ന് പറഞ്ഞാൽ എല്ലാ നയങ്ങളും തന്നെ മാറ്റിമറിക്കേണ്ടതായിട്ട് വരുന്നു. ഓവർടേൺ എന്ന് പറഞ്ഞാൽ നേരെ തകിടം മറിഞ്ഞ് വേറെ ഒരു ചിന്താഗതിയും രീതികളുമായി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന്റെ ഈ അന്തരീക്ഷം എന്നുള്ളത്. Demand from the clinicians and the community to provide newly discovered technological capabilities in the hospital and health services system. അതായത് പുതിയ പുതിയ അല്ലെ നമ്മുടെ പുതിയ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ പുതിയ ജനതയ്ക്ക് എന്താണ് എപ്പോഴും പുതിയ പുതിയ ഡിസ്കവർ ആയിട്ടുള്ള ടെക്നോളജി ആയിട്ടുള്ള എന്താണ് ചികിത്സാ സർവീസുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. It has been noted that at least half of the last decades rises in the medical cost is imputable to high technology medicines, especially diagnostic and surgical procedures. അതായത് രോഗനിർണയത്തിനും അതേമാതിരി തന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സിനും എല്ലാം തന്നെ എന്താണ് കൂടുതൽ ചെലവേറിയ ഒരു ഭാഗമായി മാറി. കാരണം പുതിയ ടെക്നോളജിയും പുതിയ ആശയങ്ങളും പുതിയ രീതികളുമാണ് പ്രധാനമായിട്ടും ഈ ഇത്ര എന്താ പറയുക പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു 5-6 വർഷം കൊണ്ട് ആണ് പറയുന്നത്. ബിഹാഫ് ഓഫ് ദ ലാസ്റ്റ് ഡിക്കേഡ്സ് റൈസസ് the medical cost is imputable to high technology medicine, especially diagnostic and surgical procedures. മെഡിസിൻസിനാണെങ്കിലും ഈ രോഗനിർണയത്തിനാണെങ്കിലും അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിനൊക്കെ ആണെങ്കിലും എന്താണ് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. Then in spite of the high cost, the commercial firms and cooperative bodies are launching the state of the hospital with the newest medical technology with the economic returns and are increasing. നമുക്കറിയാം പണ്ട് അങ്ങനെ പബ്ലിക് ആയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ മാത്രമല്ല, ഇപ്പൊ എന്താണ് എല്ലാം കൂടി കോപ്പറേറ്റീവ് ആയിട്ടുള്ള ബോഡി അല്ലെ, സഹകരണത്തോടു കൂടി മിക്ക ഇതിന്റെ ഒന്നിച്ചുള്ള സഹകരണത്തോട് കൂടിയിട്ടാണ് വലിയ വലിയ ഹോസ്പിറ്റലുകളെല്ലാം ലോഞ്ച് ചെയ്യുന്നത്, തുടങ്ങിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പറയുകയാണ് ദിസ് പ്രൂവ്സ് ദ ഗ്രോവിംഗ് ലെവൽ ഓഫ് ഹെൽത്ത് കെയർ അവയർനെസ് എമംഗ് ദ പീപ്പിൾ and utilization of such services by the people from the private sector too. കൂടുതലായിട്ട് പ്രൈവറ്റൈസേഷൻ, അതായത് ജനങ്ങൾക്ക് നല്ല പുതിയ പുതിയ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള നല്ല സേവനങ്ങൾ ലക്ഷ്യമിടുമ്പോൾ എന്താണ് പുതിയ പുതിയ പ്രൈവറ്റേഴ്സും കൂടി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇങ്ങനെ നടപ്പാക്കി കൊണ്ടുവരാനായിട്ട് വരുന്നു. അവരും കൂടി അവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലെല്ലാം തുടങ്ങുന്നത്.
അത് മാത്രമല്ല അവർക്ക് പ്രൈവറ്റ് ആയിട്ട് അതിന്റെ പ്രധാനമായിട്ട് എന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് സച്ച് സർവീസസ്. ജനങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സേവനം അല്ലെ. നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട് ഇപ്പൊ ജനങ്ങൾ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട നല്ല സർവീസ് ഉള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് നല്ല പേര് കേട്ട ഹോസ്പിറ്റലൊക്കെയാണ് എല്ലാ പീപ്പിൾസും തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി മാത്രം തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോസ്പിറ്റൽ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ശുശ്രൂഷ കാര്യങ്ങളായിരിക്കും ഏതൊരു ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. വീണ്ടും പറയുന്നു, ഇറ്റ് ഷോസ് ദാറ്റ് there is a increasingly more and more supremacy of by consumer rather than providers or producers in the medical practices. So procedures in the medical practices. അതായത് മെഡിസിൻസ് അല്ലെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള മെഡിക്കൽ പ്രാക്ടീസേഴ്സ് അവരെക്കാളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സുപ്രമസി ബൈ കൺസ്യൂമേഴ്സിനാണ് കൂടുതൽ ശ്രദ്ധ, അതായത് പേഷ്യൻസിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അവിടെ അഡ്മിഷൻ വേണം അല്ലെ. പേഷ്യൻസ് വന്നാൽ മാത്രമേ ആ ഹോസ്പിറ്റൽ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് എന്താണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്നത് എല്ലാ കാര്യത്തിലും. ഇപ്പോഴും പണ്ടത്തെ മാതിരിയല്ല, എല്ലാ കാര്യത്തിലും ഇപ്പൊ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരിടം തന്നെയാണ്, അവരുടെ ആരോഗ്യത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ വരണമെങ്കിൽ എന്താണ്, പേഷ്യൻസ് വരണമെങ്കിൽ എന്താണ്, മറ്റെല്ലാവരെക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പേഷ്യൻസിന്റെ കൺസ്യൂമേഴ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, അവരുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. Then hospital including to provide more and more reputed services in one discipline or other rather than a holistic institution of healthcare with multidisciplinary medical team like ENT, general surgery, etc., resulting into to be profit-oriented business establishment. അതായത് നമ്മളിപ്പോ നല്ല സേവനം കാഴ്ചവെക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ നിന്ന് എന്താണ് പർച്ചേസ് ചെയ്യുന്ന സേവനമാണ് അല്ലെ. നമ്മൾ ഒരു പ്രൊഡക്ഷൻ പോലെയുള്ള വസ്തുക്കളെല്ലാം നമ്മൾ നേടിയിരിക്കുന്നത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് എല്ലാം സേവനമാണ് നേടിയെടുക്കുന്നത്. അപ്പൊ നല്ല സേവനം കിട്ടുക, നല്ല സേവനം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഏതൊരു സ്ഥാപനത്തിന്റെയും ലക്ഷ്യം. എന്താണ്, പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണ് ഏതൊരു ഹോസ്പിറ്റലും. അവിടെ എല്ലാം കൂടി അല്ലെ മെഡിക്കൽ ആയിട്ടുള്ള ടീമോട് കൂടിയിട്ടാണ് ഐയുടെയും ENTയുടെയും അല്ലെങ്കിൽ ജനറൽ സർജറി അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ടീമായിട്ട് എന്താണ് മറ്റു പല പ്രൈവറ്റും അതേമാതിരി തന്നെ എന്താണ് സൊസൈറ്റിയും എല്ലാം കൂടി ഒന്നിച്ച് മിങ്കിൾ ചെയ്തിട്ടൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത്. ആ സ്ഥാപനത്തിലൂടെ എന്താണ് പ്രധാനമായിട്ട് സർവീസും പ്രധാനം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എന്താണ് പ്രോഫിറ്റ് ഓറിയന്റഡും കൂടി, അതായത് ലാഭം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം അവിടെ സാധ്യമാക്കി തരുന്നത് എന്നുള്ളതാണ് ഇതിന് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അത് വിവരിച്ച് ഓരോ സെന്റൻസുകൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഹോസ്പിറ്റലിലെ ഇപ്പോഴത്തെ പണ്ടത്തെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ സർവീസ് മാത്രമല്ല ലക്ഷ്യം, സർവീസിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ ആവാൻ വന്ന സാഹചര്യം എന്ന് പറയുന്നത് ടെക്നോളജി വർദ്ധിച്ചു വരുന്നതനുസരിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഓരോ ഹോസ്പിറ്റലിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടായി വന്നു. അങ്ങനെ വരുമ്പോഴെന്താണ് കോസ്റ്റ്ലി അല്ലെ, നല്ല ഒരു കോസ്റ്റ് വേണ്ടി വന്നു. അതേമാതിരി തന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ ശുശ്രൂഷകൾക്കും നല്ല ഒരു കോസ്റ്റ് അല്ലെ, നല്ലൊരു പേയ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് മെഡിസിന് മാത്രമല്ല എന്താണ് രോഗനിർണയത്തിനും സർജിക്കലായിട്ടുള്ള പ്രൊസീജിയേഴ്സിനും എല്ലാത്തിനും നല്ല കോസ്റ്റ്ലി ആണ്. സർവീസിനോടൊപ്പം തന്നെ എന്താണ് പ്രോഫിറ്റും കൂടി ലക്ഷ്യം വെച്ചത് കൊണ്ട് തന്നെ അതും കൺസിഡർ ചെയ്തിട്ടാണ് എല്ലാവർക്കും തന്നെ സേവനം കാഴ്ചവെക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഇനി എന്താണ് ഇതുമാതിരി ഈ ഒരു വെല്ലുവിളികളെ പോയിന്റ് ഔട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ക്വാളിറ്റി കെയർ, ഗുണമേന്മ അല്ലെ. നമ്മള് പേഷ്യന്റ് എല്ലായ്പ്പോഴും ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്താണ് അവിടെ നല്ല ഗുണമുള്ള സർവീസ് ആയാലും കൊടുക്കേണ്ടത് അല്ലെ. ഇപ്പൊ ഗുണമേന്മ എന്ന് പറയുന്നത്, ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടത് ഒരു വെല്ലുവിളി തന്നെയാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവിടെ തൃപ്തി അല്ലെ. അവർക്ക് എന്താണ് രോഗനിർണയവും ഡോക്ടറുടെ സേവനവും പേഷ്യന്റ് എന്താണ് നഴ്സുമാരുടെ സേവനമൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് കുറെ ഘടകങ്ങൾ വേറെയും ഉണ്ടാവും. അപ്പൊ ആ ഘടകങ്ങളെല്ലാം തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സമയത്തിന്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും അല്ലെ. സമയം നല്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകേണ്ട ഒരു മാറ്ററൊക്കെ ആയിരിക്കും അവർക്ക് വേണ്ടി വരുന്നത്. അതും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഒരു വെല്ലുവിളിയാണ്. ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജി എപ്പോഴും എന്താണ് ഇന്നോവേറ്റീവ് അല്ലെ. കാലത്തിനൊപ്പം തന്നെ നമ്മള്
ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ആ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ സർവീസ് എക്സ്പാൻഷൻ, അതായത് സേവനം അല്ലെ, സേവനം നല്ല രീതിയിലുള്ള സേവനം, നമ്മൾ ഗുണമേന്മയുള്ള സേവനമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ സേവനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. വിവിധ മേഖലകളിലാക്കി വർദ്ധിപ്പിച്ച് പേഷ്യൻസിന് എത്തിച്ചു കൊടുക്കുക. ചിലപ്പോൾ ഇന്റർനെറ്റ് സേവനമായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ഒരു വെല്ലുവിളിയാണ്. ദെൻ ഓവർ ക്രൗഡിങ്, അതായത് ജനങ്ങള് ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതും എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. അതൊക്കെ നല്ല രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിയന്ത്രണ വിധേയമാക്കി തന്നെ കൈകാര്യം ചെയ്യേണ്ടത് ഹോസ്പിറ്റലിന്റെ ആവശ്യം കൂടിയായിട്ട് വരും. then ഇന്റേണൽ ചാലഞ്ചസ്, അതായത് ഹോസ്പിറ്റലിന്റെ അകത്തും എന്താണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്, ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, നല്ല തീരുമാനങ്ങളെല്ലാം നടപ്പാക്കുന്നത് എപ്പോഴും എന്താണ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ തീരുമാനം നടപ്പാക്കണമെങ്കിൽ നല്ല മാനേജ്മെന്റ് ആയിരിക്കണം, നല്ല നല്ല തീരുമാനങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുവരണമെങ്കിൽ. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, എപ്പോഴും നമുക്കറിയാം ചെലവേറിയതാണ്. പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരാൻ, പുതിയ പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ പേഷ്യൻസിനെയും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ എന്താണ് ഒരുപാട് കോസ്റ്റ് അല്ലെ, ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് ഒരു പ്രത്യേക വെല്ലുവിളി തന്നെയാണ്. ദെൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, എല്ലാവർക്കും ലീഡ് ചെയ്ത് നമുക്കറിയാം ഒരു വലിയ ലക്ഷ്യം നേടണമെങ്കിൽ ഒരുപാട് ടാസ്കുകളല്ലേ നമ്മൾ ഓരോരുത്തർക്ക് വിഭജിച്ചൊക്കെയാണ് നമ്മൾ നൽകി ആ ടാസ്ക് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിലെ പഠിച്ചിരുന്നു ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതൊക്കെ ലീഡർഷിപ്പോട് കൂടിയിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക വെല്ലുവിളി തന്നെയാണ്. ദെൻ മോഡേൺ ഇൻഫോർമേഷൻ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജി വേണം, എന്നാൽ മാത്രമേ പേഷ്യൻസിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇത്തരത്തിലുള്ള ടെക്നോളജി ഒരുപക്ഷെ അവിടെ ഉള്ളവരെ യൂസ് ചെയ്ത് പഠിക്കേണ്ടതൊക്കെ ഉണ്ടാവും. അതൊരു ഇന്റേണൽ ചാലഞ്ചിന്റെ വെല്ലുവിളിയാണ്. ദെൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, നമുക്കറിയാം പേഷ്യൻസ് നിലനിർത്തണമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിന് വ്യത്യസ്തമായിട്ടുള്ള നല്ല സേവനങ്ങളും ഗുണമേന്മയുള്ള സേവനങ്ങളും അവന് അല്ലെ ഈ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കി കൊടുക്കണം. അതൊരു മത്സര ഒരു ഇതാണെങ്കിൽ ആ ഒരു രീതിയും എന്താണ് ആ ഒരു മാറ്ററും എന്താണ് ഇന്റർനെറ്റ് ചലഞ്ച് തന്നെയാണ്. ദെൻ പവർ പ്രൈസ്, അധികാരങ്ങൾ അല്ലെ, അധികാരങ്ങൾ വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്രി ലീഡർഷിപ്പോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരങ്ങൾ വിട്ടുകൊടുക്കണം. ചിലപ്പോൾ ചിലർ എന്താണ് അധികാരങ്ങളൊന്നും വിട്ടുകൊടുത്തുന്നു വരില്ല അല്ലെ, ഒരു പ്രാവശ്യം നല്ല രീതിയിൽ അധികാരം വിട്ടുകൊടുത്തിട്ട് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ മാറ്റി മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ഇഷ്യൂ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഇന്റർണൽ ചലഞ്ചുകളാണ്. ദെൻ മാൻ പവർ മാനേജ്മെന്റ്, അതേമാതിരി തന്നെയാണ് മനുഷ്യന്റെ ശക്തി അല്ലെ, മനുഷ്യന്റെ കഴിവുകൾ മാനേജ് ചെയ്തെടുക്കുക എന്നുള്ളതും ഒരു വെല്ലുവിളിയാണ്. ടെക്നോളജി മാനേജ്മെന്റ്, ഈ ടെക്നോളജി നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതും ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ദെൻ ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നമുക്കറിയാം ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചതാണ് സ്ട്രക്ചർ എന്താന്നുള്ളത്. അതായത് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ടാസ്കുകളൊക്കെ വിഭജിച്ച് എല്ലാവരെയും തന്നെ കോർഡിനേറ്റ് ചെയ്ത് സൂപ്പർവിഷൻ നടത്തിയിട്ട് വേണം ലക്ഷ്യത്തിലേക്ക് എത്താൻ. അത് എന്താണ് ആ ഒരു സ്ഥിരമായിട്ടുള്ള സ്ട്രക്ചർ അത് ചിലപ്പോൾ മാറ്റി സ്ഥാപിക്കേണ്ടതൊക്കെ ആയിട്ടും ചിലർക്ക് മാറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തികൾക്ക് മാറ്റി കുറെ ലീഡർഷിപ്പും അല്ലെങ്കിൽ സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം എന്താണ് ഇന്റേണൽ ചലഞ്ചസ് ഓഫ് ഹോസ്പിറ്റലാണ്. ഇത് മാത്രം തന്നെ എക്സ്റ്റേണൽ ചലഞ്ചസും ഉണ്ട്. എന്താണ് എക്സ്റ്റേണൽ ചലഞ്ചസിൽ പറയുന്നത്, ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ്. നമ്മൾ നേരത്തെ എല്ലാത്തിലും പറഞ്ഞാലേ വില്ലേജ് വേസ്റ്റുകളിലും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലൊക്കെ നിങ്ങൾക്കറിയാം പുറത്തുനിന്ന് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് കുറച്ച് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നേടേണ്ടതുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതായത് നമുക്കറിയാം അല്ലെ അവകാശങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഉപഭോക്തൃമായിട്ടുള്ള സംരക്ഷണം കിട്ടേണ്ടതുണ്ട്. അവർക്ക് അതിനനുസരിച്ചുള്ള സംരക്ഷണം കിട്ടിയാൽ മാത്രമേ ഓരോ കസ്റ്റമേഴ്സ് അവിടെ വരികയുള്ളൂ. പിന്നെ എന്താണ് റൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ, ചില കാര്യങ്ങളല്ലേ ഇപ്പോഴത്തെ വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എപ്പോഴും ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം എന്താണ് ഇവരെ സംബന്ധിച്ച് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള പുറത്തുനിന്നുള്ള ഒരു വെല്ലുവിളിയാണ്. ദെൻ ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ട്സ്, നമ്മൾ അതിന്റെയൊക്കെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മനസ്സിലാക്കിയതാണ്. ഓരോ ഇത്തരം പേഴ്സൺസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ബോണസ് കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താണ് എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. ഹോസ്പിറ്റലിൽ റൺ ചെയ്ത് പോകുമ്പോൾ പുറത്തു നിന്നുള്ള കുറച്ച് വെല്ലുവിളികളാണ്.
പബ്ലിക് റിലേഷൻസ്, ജനങ്ങളുമായിട്ട് അല്ലെ പൊതുവെ എല്ലാവരുമായിട്ട് തന്നെ നല്ല ബന്ധം സ്ഥാപിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ മാറ്റേഴ്സ് ഉണ്ടാവും, അതെല്ലാം കൈകാര്യം ചെയ്തു പോകണം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പറയാ, രാഷ്ട്രീയപരമായിട്ടും അല്ലെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടത്തിക്കൊണ്ട് പോവാണെങ്കിൽ ഹോസ്പിറ്റലിന് രാഷ്ട്രീയപരമായിട്ടും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം തൃപ്തിപ്പെടുത്തിയിട്ട് വേണം ഹോസ്പിറ്റലിൽ നല്ല സ്മൂത്ത് ആയിട്ട് അല്ലെ എല്ലാ പെർമിഷനൊക്കെ കിട്ടി നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് ഇതിന്റെ സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. അതായത് ഈ ഒരു ചലഞ്ചസുകൾ നമ്മൾ കണ്ട കുറെ ചലഞ്ചസ് ഉണ്ട് അല്ലെ ഹോസ്പിറ്റലില് വർക്കേഴ്സിന് ഇന്റേണൽ ആയിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്, പേഷ്യൻസിനോടനുബന്ധിച്ചുള്ള കുറെ വെല്ലുവിളികളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇത് എങ്ങനെ ഈ ചലഞ്ചസ് എങ്ങനെ മീറ്റ് ചെയ്യാന്നുള്ളത്, അതായത് എന്ത് കാര്യമാണെങ്കിലും നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ അത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. ആ ഒരു സൊല്യൂഷൻ നന്നായ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അതായത് ഏത് കാര്യം നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ചിട്ടുള്ള ടെക്നോളജി വികസിച്ചുന്നുണ്ട്, ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. ദെൻ പവർ ഷെയറിങ്, ഈ അധികാരങ്ങൾ എല്ലാവർക്കും പരസ്പരം വിട്ടുകൊടുത്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, നമ്മൾ നേരത്തെ ഹ്യൂമൻ റിസോഴ്സിൽ പഠിച്ചിരുന്നു. ചില ലീഡർഷിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവാർഡുകളൊക്കെ കൊടുക്കാം. ചിലരെ അത് നന്നായിട്ട് വർക്കുകൾ അവരെ ഏൽപ്പിച്ച് ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അവരുടെ ഡിമോഷൻ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ ഡിമോഷൻ ഒക്കെ കൊടുത്ത് അവർക്ക് ആ ഡ്യൂട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കാം. തന്നെ ഇംപ്രൂവ് എന്താണ് ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, അതായത് പേഷ്യന്റിന്റെ സുരക്ഷ അത് ഉറപ്പുവരുത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് പുതിയ അല്ലെ ഇൻഫോർമേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ട് സ്പീഡിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, ഹോസ്പിറ്റലിന്റെ സർവീസ് സേവനം എന്നുള്ളത് എല്ലാവർക്കും തന്നെ വിതരണം അല്ലെ. മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള പേരുകേട്ട ഹോസ്പിറ്റൽ ആക്കി എടുക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ കാഴ്ചവെക്കാം. ലീഡർഷിപ്പ് മോട്ടിവേഷൻ, അതായത് ലീഡർഷിപ്പ് വഹിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് ലീഡർഷിപ്പിന് മുന്നോട്ട് വരാനുള്ള അവസരം കൊടുക്കാം. കരിയർ ഡെവലപ്മെന്റ്, അതായത് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ അവരുടെ ആ ഒരു നോളജും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാം. ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, അതായത് ചില വ്യക്തികൾക്ക് അല്ലെ പുതിയതായിട്ട് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അതും നമ്മൾ ഹ്യൂമൻ റിസോഴ്സിൽ പഠിച്ചതാണ്. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാം. സ്ട്രക്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ക്രമീകരണം നടത്തുക അല്ലെ, പുനഃക്രമീകരണം, ചിലപ്പോൾ ചില അഴിച്ചുപിടികളൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്, ചില ഉത്തരവാദിത്തങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ അവരവരുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിച്ചു തരുന്നു. ഇതെല്ലാം എന്താണ് ഈ ചലഞ്ചസുകളെ, ഈ ഒരു വെല്ലുവിളികളെ അത് നല്ല രീതിയിൽ തന്നെ ആ വെല്ലുവിളികളെ നേരിടാനായിട്ട് ഇത്തരത്തിലുള്ള മാറ്റേഴ്സ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ സ്പീഡിൽ എടുത്തു. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഞാനൊന്ന് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞ ഞാൻ കേട്ടില്ല. അയ്യോ, ക്രിസ്മസിന്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നമുക്ക് അവേഴ്സ് ചിലപ്പോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ നമുക്കറിയില്ല, ഡേറ്റുകളൊന്നും അറിയില്ല. വീക്കിലി നമുക്ക് അറിയില്ല എനിക്കൊന്നും അറിയില്ല. എനിക്ക് വീക്കിലി 2 hours ഉള്ളതിൽ നിന്ന് ഏതെങ്കിലും അവർ പോയാല് നമുക്ക് അത്രയും ഗ്യാപ്പാവും. അപ്പൊ ഞാനത് ഇച്ചിരി സ്പീഡില് നമുക്ക് ക്യാച്ച് ചെയ്ത് പോവേണ്ടതുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. വേറെ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. എന്തെങ്കിലും നമുക്ക് എടുത്ത ഭാഗത്തുനിന്ന് നിങ്ങൾ ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയാം. എന്തായാലും ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ നെക്സ്റ്റ് ടൈമില് റെസ്പോൺസിബിലിറ്റീസിന്റെ ഒരു ഇതെടുക്കാം കേട്ടോ. നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ റെസ്പോൺസിബിലിറ്റീസിന്റെ ഒരു PDF ഉണ്ട്, അത് നിങ്ങൾ കൊണ്ടുവരിക.
വീണ്ടും വലിയ ചാപ്റ്റേഴ്സിന്റെ ആണെങ്കിലും ചാപ്റ്റർ ഇത്തിരി സിമ്പിൾ ആണെന്ന് തോന്നുന്നു. എന്തായാലും വലുത് കഴിഞ്ഞിട്ടൊന്നും ഒരു ചെറുത് പിടിച്ചിട്ട് ഇനി വലുതിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് നെക്സ്റ്റ് ടൈമിൽ എടുക്കാം. ഇന്നടുത്തേല് ഏതെങ്കിലും പോയിന്റ്സ് പറയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഇന്ന് തന്നെ വായിച്ചു നോക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന മേഖലകൾ തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ, ഞാനെന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ, വേറെ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ. താങ്ക് യു മാം. താങ്ക് യു. Thank you. താങ്ക് യു.